കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ സെലക്ഷൻ കമ്മിറ്റി ചെയർമാനായി അജിത് അഗാർക്കറെ നിലനിർത്താൻ BCCI തീരുമാനിച്ചത്. ഒരു വർഷത്തേക്ക് കൂടി അഗാർക്കറിന്റെ കാലാവധി നീട്ടി. ഇതോടെ 2027 ഏകദിന ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിനെയും തിരഞ്ഞെടുക്കുക അഗാർക്കറിന്റെ നേതൃത്വത്തിലുള്ള സമിതിയാകും. 2023 ഒക്ടോബറിലാണ് അദ്ദേഹം ചുമതലയേൽക്കുന്നത്. ഇക്കാലയളവിൽ ടീം ഇന്ത്യ 4 ICC ടൂർണമെന്റിന്റെ ഫൈനൽ കളിച്ചു, 2 T20 ലോകകപ്പ് നേടി. ഇതാണ് 4ാം വർഷത്തേക്ക് പതിവില്ലാതെ കരാർ നീട്ടാനുണ്ടായ കാരണവും. വിപ്ലവകരമായ കുറച്ച് തീരുമാനങ്ങളും ഇക്കാലയളവിൽ അഗാർക്കറിന്റെ നേതൃത്വത്തിൽ നടത്തിയിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് സീനിയർ താരങ്ങളായ വിരാട് കോഹ്ലിയുടെയും രോഹിത് ശർമ്മയുടെയും ടെസ്റ്റ് ഫോർമാറ്റിൽ നിന്നുള്ള വിരമിക്കലിന് കാരണമായ കടുത്ത തീരുമാനമാണ്. ടെസ്റ്റ് ഏകദിന ടീമുകളുടെ നായകനായ ശുഭ്മാൻ ഗില്ലിനെ T20 ലോകകപ്പിൽ ടീമിൽ നിന്ന് ഒഴിവാക്കിയതും ധീരമായ തീരുമാനമായിരുന്നു. കരാർ നീട്ടി നൽകിയതോടെ ഇനി മറ്റൊരു വമ്പൻ തീരുമാനം അഗാർക്കർ എടുത്തേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. അത് ശ്രേയസ് അയ്യരെ കുറിച്ചാണ്. നിലവിൽ T20 ടീമിന്റെ ഭാഗം പോലുമല്ലാത്ത ശ്രേയസ് അയ്യർ നായകന്റെ റോളിൽ ഒരു ഗംഭീര തിരിച്ചുവരവ് നീലക്കുപ്പായത്തിൽ നടത്തും. രോഹിത് ശർമ്മയെ ഏകദിന ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് നീക്കിയതിന്റെ കാരണമായി ഒരിക്കൽ അജിത് അഗാർക്കർ പറഞ്ഞത് 3 ഫോർമാറ്റിലും വ്യത്യസ്ത ക്യാപ്റ്റന്മാരാകുമ്പോൾ ആശയവിനിമയം ബുദ്ധിമുട്ടാകുമെന്നാണ്. എന്നാൽ മുൻധാരണകളെല്ലാം നിർബന്ധമായും പൊളിക്കും വിധമാണ് ശ്രേയസ് അയ്യർ നായകനായി തിളങ്ങുന്നത്. അങ്ങനെയാണ് ദേശീയ ടീമിന്റെ T20 പ്ലാനിൽ ഇല്ലാത്തൊരാൾ പൊടുന്നനെ നായക സ്ഥാനത്തേക്ക് വരുന്നതും. അത്രമാത്രം മികവ് നായകനായി ശ്രേയസ് അയ്യറിന് അവകാശപ്പെടാനുണ്ട്. ഡൽഹി ക്യാപിറ്റൽസ് ചരിത്രത്തിലാദ്യമായി IPL ഫൈനലിലെത്തുമ്പോൾ നായക സ്ഥാനത്ത് ശ്രേയസ് ഉണ്ടായിരുന്നു. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം കിരീടം നേടിക്കൊടുത്തത് ശ്രേയസിന്റെ ക്യാപ്റ്റൻസിയാണ്. പഞ്ചാബ് കിങ്സ് കഴിഞ്ഞ സീസണിൽ റണ്ണറപ്പുകളായതും ശ്രേയസ് ക്യാപ്റ്റനായപ്പോഴാണ്. എങ്ങനെയാണ് ഈ സ്റ്റാറ്റുകളോട് കണ്ണടയ്ക്കാൻ കഴിയുക? അങ്ങനെയെങ്കിൽ ഓൾ ഫോർമാറ്റ് ക്യാപ്റ്റൻ എന്ന ആഗ്രഹം ഗിൽ മാറ്റിവെക്കേണ്ടി വരും. നിലവിലെ സാഹചര്യത്തിൽ 35 പിന്നിട്ട സൂര്യകുമാർ യാദവിന് പ്രായം മാത്രമല്ല പ്രശ്നം, ഫോമും മുഖം തിരിച്ചിരിക്കുകയാണ്. ഇടയ്ക്ക് തിരിച്ചുവരവിൻ്റെ ഒരു സൂചന തന്നെങ്കിലും എല്ലാം അസ്തമിച്ചു. IPLലും സ്ഥിതി വ്യത്യസ്തമല്ല. മാത്രമല്ല അടുത്ത ഒളിമ്പിക്സാണ് തൻ്റെ ലക്ഷ്യമെന്നാണ് സൂര്യകുമാർ യാദവ് ലോകകപ്പ് നേടിയ ശേഷം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. 2028 ഒളിമ്പിക്സ് നടക്കാനുള്ളത്. ആ വർഷം തന്നെയാണ് T20 ലോകകപ്പും. അപ്പോഴേക്ക് പ്രായം 38 കടക്കുന്ന സൂര്യയിൽ വീണ്ടും വിശ്വാസമർപ്പിക്കാൻ സാധ്യതയില്ല. ഇവിടെയാണ് ശ്രേയസിന്റെ പ്രസക്തി. ക്യാപ്റ്റനായി മാത്രമല്ല, സൂര്യയുടെ അതേ 4ാം നമ്പറിൽ തന്നെ ബാറ്റ് ചെയ്യും ശ്രേയസ്. പരിക്കിനെ തുടർന്നല്ലാതെ ഒരിക്കൽ പോലും ഫോം ഔട്ടിന്റെ പേരിൽ ശ്രേയസ് പുറത്തിരിക്കേണ്ടി വന്നിട്ടില്ല.